നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ഫുക്കറ്റിലാണ്. ഫുക്കറ്റ് എന്ന് പറയുന്നത് തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലേക്കുള്ള പ്രവേശന കവാടമാണ് എന്നാണ് പറയേണ്ടത്. ഏറ്റവും അധികം സുനാമി പഴയ കാലത്ത് അടിച്ച സ്ഥലം കൂടിയാണെന്ന് പറയാം. ഫിഫി, ഖായിനൊക്കെ, ജെയിംസ് ബോണ്ട് ഐലൻഡ്, അങ്ങനെ പല ഐലൻഡുകളാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഒന്ന് ബോട്ടിൽ പോയാൽ എത്തുന്നത്. എന്തായാലും തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും മനോഹരമായ ഒരു പിക്കപ്പ് ട്രക്കിനെയാണ്. അതിൻ്റെ പേര് ഫോർഡ് റേഞ്ചർ എന്നാണ്. എന്താണ് ഫോർഡ് റേഞ്ചർ ഓടിക്കാൻ വേണ്ടി ഞാൻ ഇവിടം വരെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലേക്ക് ഫോർഡ് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മോഡലുകളിലൊന്ന് ഇതാണ് എന്നാണ് അറിയുന്നത്. ആദ്യം വരുന്നത് ഫോർഡ് എൻഡേവറാണ്. അതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ ഫോർഡ് റേഞ്ചർ കൂടി ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ ഈ ഒരു പിക്കപ്പ് ട്രക്കുകൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ എന്ന് പറയുന്നത് അങ്ങനെ കാര്യമായ രീതിയിൽ വിറ്റ് പോകുന്ന ഒരു സെഗ്മെൻ്റ് അല്ല. രണ്ട് പ്രധാനപ്പെട്ട മോഡലുകളാണ് അതിലുള്ളത്. ഒന്ന് ഇസുസുവിൻ്റെ ഡിമാക്സ് വീക്രോസും മറ്റൊന്ന് ടൊയോട്ട ഹൈലക്സും. ഗ്ലോബലി തന്നെ ആ രണ്ട് വാഹനങ്ങളോടും ഏറ്റവും അധികം കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മോഡലാണ് ഫോർഡിൻ്റെ റേഞ്ചർ. പക്ഷേ കാണാൻ വളരെ ഭംഗിയുള്ള മോഡലാണ്. അതായത് ഭംഗിയും ഗാംഭീര്യവും ഇപ്പോൾ ടൊയോട്ട ഹൈലക്സിനേക്കാളൊക്കെ വളരെ ഗാംഭീര്യമുള്ള മോഡലാണെന്നുള്ള കരുതി യാതൊരു സംശയവുമില്ല. ഹൈലക്സൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റാണ് കാഴ്ചയില്ലെങ്കിൽ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം കാര്യമായ രീതിയിൽ ഒരു ഗാംഭീര്യം ഉൾക്കൊള്ളുന്ന മുഖത്തോടു കൂടിയവനാണ്. എന്തായാലും ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഫോർഡ് എൻഡേവറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലാണ്. ഗ്ലോബലി തന്നെ അങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കുറേ കൂടി വശക്കാഴ്ചയിലൊക്കെ ഗാംഭീര്യം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. 98 തൊട്ട് ലോക വിപണിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നൊരു വാഹനമാണിത്. ആദ്യമായിട്ട് അമേരിക്കയിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തത്. അതിന് ശേഷമാണ് ഇതുപോലെയുള്ള തായ്ലൻഡ് പോലുള്ള വിപണികളിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെയൊക്കെ ഒരു വമ്പൻ വിജയമായിട്ട് മാറാൻ ഈ വാഹനത്തിന് സാധിച്ചു. ഒരുപക്ഷെ അമേരിക്കയിൽ വിൽക്കുന്നതിൽ കൂടുതൽ ഫോർഡ് റേഞ്ചറുകൾ ഇപ്പോൾ വിൽക്കുന്നത് ഫിലിപ്പീൻസിലും തായ്ലൻഡിലും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ പിൻഭാഗത്ത് കാണുന്ന പോലെ വലിയ ഒരു കാർഗോ ബെഡ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളൊരു ഫാമിലി വാഹനമാണ് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ. പിൻഭാഗത്ത് ഈ കാണുന്ന കാർഗോ സ്പേസിൽ കുട്ടി, പട്ടി, ചാക്ക്, അതുപോലെ അരി, കൂടാതെ സൈക്കിൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം എടുത്ത് കയറ്റി വയ്ക്കും. ഉൾഭാഗത്ത് ക്യാബിനിൽ സുഖമായിട്ട് 4-5 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കാറിൻ്റെ ഉപയോഗം പോലെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. പിൻഭാഗത്ത് സാധനം കയറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെന്തോ ഇപ്പോഴും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതെന്തോ ഒരു പെട്ടി ഓട്ടോറിക്ഷ വാങ്ങിക്കുന്നൊരു ഫീലാണെന്നുള്ള മട്ടിലാണ് ജനം കാണുന്നത്. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനങ്ങളാണ് ഇതെല്ലാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലും ഇതൊരു ട്രെൻഡ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയും പേടിക്കാതെ കൊണ്ടു നടക്കാം. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ടെറയിലും കയറ്റിക്കൊണ്ട് പോകാം. എന്നാൽ കംഫർട്ടിന് യാതൊരു കുറവുമില്ല. അത്തരം ഗുണങ്ങളൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾക്കുള്ളത്. ഉൾഭാഗത്താണെങ്കിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ എൻഡേവറൊക്കെ പോലുള്ള വാഹനങ്ങളുടെ ഉൾഭാഗത്തുള്ള അത്രയും സ്പേസ് തന്നെ ഈ വാഹനത്തിലുമുണ്ട്. എന്നാൽ കാർഗോ ബെഡ് വേറെയുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള ഫോർഡ് റേഞ്ചർ ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഒരു ട്രക്കിൽ കയറ്റി കൊണ്ടുവരുന്നത് കണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത്. അതായത് ഇന്ത്യയിലേക്ക് വരുന്ന രണ്ട് മോഡലുകളും, അതായത് എൻഡേവറും അതുപോലെ തന്നെ റേഞ്ചറും, രണ്ടും ചെന്നൈ പോർട്ടിൽ നിന്നും ഒരു വാഹനത്തിൽ കയറ്റി ഫോർഡിൻ്റെ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് ചോർന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് വാഹനങ്ങളും വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വാഹനം ഓടിക്കാൻ വേണ്ടി തായ്ലൻഡിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫോർഡ് റേഞ്ചറിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫോർഡ് റേഞ്ചറിനെ അടുത്ത് കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അത് ഓൺലൈനിൽ നമ്മൾ എങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്നുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ഒരു ഏജൻറ്റിനെ സമീപിക്കുന്നു, അദ്ദേഹം പറയുന്ന ഒരു കോഡ് നമ്മൾ അംഗീകരിക്കുന്നു, പൈസ കൊടുക്കുന്നു, അങ്ങനെയാണല്ലോ. പക്ഷേ ചില ഓൺലൈൻ സൈറ്റുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് policybazaar.com ഒക്കെ പോലെയുള്ള ചില സൈറ്റുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് പല ഇൻഷുറൻസ് കമ്പനികളുടെ
പ്രീമിയം മറ്റും കമ്പയർ ചെയ്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ കാറിൻ്റെ IDV വാല്യൂ വെച്ചിട്ട് പല ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന കോട്ടുകൾ നമുക്ക് കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും മികച്ച ഏതാണെന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് വളരെ കുറഞ്ഞ ദൂരം ഓടിക്കുന്നവർക്ക് വേണ്ടി കുറഞ്ഞ പ്രീമിയമുള്ള ഇൻഷുറൻസുകൾ പോലും സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു വർഷം 12,000 10,000 to 12,000 കിലോമീറ്റേഴ്സൊക്കെയാണ് സാധാരണ വാഹനം ഓടിക്കുന്നതെന്നാണ് ഒരു കണക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ഓടിക്കുന്ന ഒരു വാഹനത്തിന് വളരെ കൂടിയ പ്രീമിയം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതിനായിട്ട് നമുക്ക് ലിമിറ്റഡ് കിലോമീറ്റർ പ്ലാനുണ്ട്. അങ്ങനെയുള്ള ആ പ്ലാൻ എടുത്താൽ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ഓൺസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എഞ്ചിൻ പ്രൊട്ടക്ഷൻ പോലുള്ള ആഡ് ഓൺസ് ഒക്കെ വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പ്രീമിയം വളരെ കുറയ്ക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, നമുക്ക് 2 കാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരു കാറായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, മറ്റൊരു കാർ വീക്കെൻഡിലൊക്കെ ആയിരിക്കും ഓടിക്കുക. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ലിമിറ്റഡ് പ്ലാൻ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും, ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ ഇൻഷുറൻസ് സൈറ്റുകൾ കയറി കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ പ്രീമിയത്തിലേക്ക് എത്താനും സാധിക്കും. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ policybazaar.com പോലെയുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പല തരത്തിലുള്ള ഇൻഷുറൻസ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അവർ കാണിച്ചു തരും. അത് നോക്കി കമ്പയർ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ആഡ് ഓൺസ് പോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. എന്ത് കാര്യങ്ങൾക്കും അതിൽ കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. മറ്റൊരു കാര്യമുള്ളത്, അത് ഇൻഷുറൻസ് ഏജൻസിനൊന്നും പറ്റാത്തൊരു കാര്യമാണ്. അതായത് കാര്യമായ രീതിയിൽ കിഴിവ് വാങ്ങിക്കുക എന്നുള്ള കാര്യമാണ് പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ ഓൺലൈൻ സൈറ്റുകൾ വഴിയൊക്കെ പോവുകയാണെങ്കിൽ 85% വരെയുള്ള കിഴിവ് നമുക്ക് പ്രീമിയത്തിൽ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ 8,000-10,000 രൂപയ്ക്ക് നമുക്ക് പ്രീമിയത്തിൽ കുറച്ച് എടുക്കാനും സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഓൺലൈനിൽ സൈറ്റ് എടുക്കുന്ന പ്രയോജനങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ 85% വരെ നിങ്ങളുടെ ഈ ഒരു പ്രീമിയത്തിൽ കുറവ് കിട്ടാം. അതായത് 8,000 രൂപ വരേക്കുള്ള കുറവാണ് പ്രീമിയത്തിൽ സംഭവിക്കാവുന്നത്. പിന്നെ പേപ്പർ വർക്ക് ഒന്നുമില്ലല്ലോ, നേരെ സൈറ്റിൽ കയറുന്നു, കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഫ്രീ ആയിട്ടുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ കിട്ടുമെന്നുള്ള കാര്യമാണ്. 24/7 ക്ലെയിമിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഡാമേജസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. 20-ലധികം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നമുക്ക് പല തരത്തിലുള്ള ഓഫേഴ്സ് മനസ്സിലാക്കാനും അതിൽ വേണ്ട തിരഞ്ഞെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡാമേജൊക്കെ തീർക്കാൻ വേണ്ടി ക്യാഷ്ലെസ് ആയിട്ടുള്ള ഗ്യാരേജ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 0 ഡിപ്രിസിയേഷൻ കവറും അതുപോലെ തന്നെ എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറും ഒക്കെ കിട്ടും. വാഹനം വാങ്ങിച്ച കാലത്തുള്ള വിലയുടെ ഇൻവോയ്സ് കവർ കിട്ടും. അതുപോലെ തന്നെ നോ ക്ലെയിം ബോണസ് കവർ കിട്ടും. അത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കിട്ടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ തന്നെ കമൻറ്റും പിൻ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ policybazaar.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് എത്തും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഓൺലൈനിൽ ഇൻഷുറൻസ് എടുത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ നമുക്കിനി റേഞ്ചറിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഫോർഡ് എൻഡേവറിൻ്റെ ഏതാണ്ട് അതേ രൂപം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫോർഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് മറ്റേ ഈ നമ്മളിപ്പോൾ അമേരിക്കയിൽ കണ്ടിട്ടില്ലേ, ഹോളിവുഡിൽ എന്നൊരു മലയിൽ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ഫോർഡെന്ന് ഗംഭീരമായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ആ ഒരു ഗാംഭീര്യം ഇങ്ങനെ സ്ഫുരിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. അതുപോലെ മറ്റ് വാഹനങ്ങളിൽ കാണാത്തൊരു കാര്യമാണ്, മേൽഭാഗത്ത് ഇങ്ങനെ ഒരു 3 ലൈറ്റ്, അത് വാഹനം ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് പ്രകാശിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കാര്യമാണ്. അത് ചൈനയിൽ നിന്നുള്ള ചില വണ്ടികളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പൊതുവെ ഫോർഡിലൊന്നും കാണാത്ത കാര്യമാണ്. എന്തായാലും ഒരു വലിയ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു നിറവും ഈ ബ്ലാക്ക് ഗ്രില്ലും കൂടി വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ വസ്തു നിന്നൊക്കെ ആരംഭിക്കുന്ന വലിയ ഗ്രില്ലാണ്. ഇതിൽ ഹണികോംബ് രീതിയാണ് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇടയ്ക്കൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. പക്ഷേ ഇതൊരു മാറ്റ് ഫിനിഷുള്ള ഭാഗമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇവിടെ ഒക്കെ മാറ്റ് ഫിനിഷ് കാണുന്നു. വലിയൊരു എയർ ഡാം കാണുന്നു. ഇവിടെയൊക്കെ സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അഡാസ് ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന അലൂമിനിയം ഫിനിഷുള്ള ഭാഗമുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഫോർഡ് എൻഡേവർ കണ്ടതുപോലെ തന്നെ C ഷേപ്പുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പും അതുപോലെ തന്നെ ഹെഡ് ലാമ്പും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്. ഉള്ളിൽ അതിഗംഭീരമായ LED ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു കൺസോളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതായത് ഗ്രില്ലിന് ചേരുന്ന രീതിയിൽ അതിലേക്ക് കടന്നു നിൽക്കുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഫോഗ് ലാമ്പും അതിൻ്റെ ചുറ്റൊരു ബ്ലാക്ക് ക്ലാഡിംഗ് ഉള്ള ഭാഗവും കൊടുത്തിരിക്കുന്നു. ആ ഒരു ഭാഗമൊക്കെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും എൻഡേവറിനേക്കാളും കുറേ കൂടി ഭംഗി അല്ലെങ്കിൽ ഗാംഭീര്യമുള്ളത് ഈ വാഹനത്തിനാണെന്ന് പറയാം. അതിൻ്റെ കാരണം ഈ ഫോർഡ് എന്നുള്ള ഈ ഒരു വലിയ ഒരു ബാഡ്ജിങ് തന്നെയാണെന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ ബോണറ്റിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ബോഡി ലൈനുകൾ അല്ലെങ്കിൽ ബോണറ്റ് ലൈനുകളെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നത് എൻഡേവറിനെ തന്നെയാണ്. അത്രയും കരുത്തുറ്റ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഉയർന്നു നിൽക്കുന്നൊരു വാഹനമാണിത്. ഞാൻ എൻഡേവറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അത് അങ്ങേ അറ്റത്തായിട്ടാണ് വിൻഷീൽഡ് കാണുന്നത്. അത്രയും ദൂരെയായിട്ട് വളരെ നീളം കൂടിയ ഒരു ബോണറ്റ് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും മുൻഭാഗത്തെ കട്ടുകളും ക്രീസുകളും എല്ലാം കൂടി അങ്ങേ അറ്റം മസ്കുലർ ലുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനത്തിന്. ആരും തിരിഞ്ഞു നിന്ന് നോക്കുന്ന രൂപം എന്നാണ് പറയേണ്ടത്.
ഇനി വശക്കാഴ്ചയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഫോർഡ് എൻഡേവർ 20 ഇഞ്ച് വീലിലാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇത് 18 ഇഞ്ചിലാണ് ഓടുന്നത്. പക്ഷേ വീൽ ട്രാവൽ കണ്ടല്ലോ, അതിനേക്കാൾ കൂടുതലുണ്ട്. അതായത് കുറേ കൂടി ഓഫ് റോഡ് എബിലിറ്റീസ് ഉള്ള വാഹനമാണിതെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ അലോയ് വീലിൻ്റെ നിറത്തിലും വ്യത്യാസമുണ്ട്. ഇതിൽ ഒരു ഗ്ലോസി ആഷ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇവിടെയൊക്കെ ക്ലാഡിംഗ് ഉണ്ട്. ഈ ക്ലാഡിംഗ് പിൻഭാഗത്തേക്ക് അങ്ങനെ നീളുന്നുമുണ്ട്. ഇവിടെ ബൈ ടർബോ എന്നുള്ള ബാഡ്ജിങ് ആണ്. ഈ ബാഡ്ജിങ് നമ്മൾ എൻഡേവറിലും കണ്ടിരുന്നു. അതായത് ഒരു ഡ്യുവൽ ടർബോ ഉള്ള വാഹനമാണിതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള എലമെൻറ്റ്സ് ഒക്കെ രസമാണ്. ഒരു എയർ ഇൻടേക്ക് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഉയർന്ന പ്രൊഫൈലുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 2 വിശാലമായ ഗ്ലാസ് ഏരിയയുണ്ട്. മേൽഭാഗത്ത് ഒരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു. അതിന് അലൂമിനിയം ഫിനിഷാണ്. എന്തായാലും ഈ സൈഡിലൊക്കെ കാണുന്ന ഈ ഒരു ബൾജുകളൊക്കെ തീർച്ചയായിട്ടും ഈ വാഹനത്തിന് കൂടുതൽ ഗാംഭീര്യം സമ്മാനിക്കുന്നുണ്ട്. ഒരു പക്ഷേ വശക്കാഴ്ചയിൽ മിക്കവാറും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളുടെയൊക്കെ ഏകദേശം ഒരു രൂപമാണെന്ന് പറയാം. ഇതിലും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്തായാലും കിടിലൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ ക്ലാഡിങ് അവിടെ നിന്ന് ഇങ്ങനെ പോരുകയാണ് പിൻഭാഗത്തേക്ക്. ഇവിടെയും നമുക്ക് വീൽ ട്രാവൽ കാണാം, അത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ഇതിൻ്റെ മേൽഭാഗത്ത് ഈ ഒരു കാർഗോ ഏരിയയിലേക്ക് ചവിട്ടി കയറാൻ വേണ്ടി സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, ഇത് വൈൽഡ് ട്രാക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വേരിയൻ്റാണ്. ആ വേരിയൻറ്റിൽ ഈ ഒരു ഭാഗത്ത് ഇത് മൂടുന്ന ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇലക്ട്രിക്കലി നമുക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന റൂഫ് റെയിലിൻ്റെ തുടർച്ച പോലെ തോന്നിക്കുന്ന ഈ ഒരു ഭാഗം വളരെ ശക്തിമത്താണ്. അതായത് നമുക്ക് എന്ത് സാധനങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ലോഡ് താങ്ങുന്ന ഒരു കാര്യം തന്നെയാണത് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ എൻഡേവറിൻ്റെ കാര്യത്തിൽ കണ്ട പോലെയല്ല, വ്യത്യസ്തമായ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എൻഡേവറിൻ്റെ കാര്യത്തിൽ എൽ ഷേപ്പ് തന്നെയായിരുന്നു ടെയിൽ ലാമ്പിനെങ്കിൽ ഇതിൽ അങ്ങനെയല്ല. ഇത് വളരെ കനത്ത ഒരു വലിയ ഹെവി ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വേരിയൻ്റ് വൈൽഡ് ട്രാക്ക് എന്നുള്ള വേരിയൻറ്റിൻ്റെ പേര് കാണാം. ഈ ഭാഗത്ത് ഫോർഡ് എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇവിടെയൊക്കെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പറാണ്. എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. റേഞ്ചർ എന്നുള്ള ബാഡ്ജിങ് വളരെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ 2 ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളെക്കാളും ഗാംഭീര്യമുള്ള രൂപമാണെന്നുള്ള ഒരു സംശയമില്ല. കുറേ കൂടി എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന രൂപവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലോക്ക് അല്ലെങ്കിൽ നമുക്ക് തുറന്നു കാണാം. ഇതാ വളരെ എളുപ്പത്തിൽ എന്താ പറയുക, ഒരു തൂവൽ സ്പർശത്തിൽ തുറക്കാവുന്ന കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. പക്ഷേ ഈ ഒരു കവറുണ്ടല്ലോ, ഈ ഒരു കവർ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിന് ഏതാണ്ടൊരു ഈ നമ്മൾ കടകളുടെയൊക്കെ മുൻഭാഗത്ത് കാണുന്ന റോളിംഗ് ഷട്ടറിൻ്റെ ഒരു രീതിയാണുള്ളത്. അത് ഞാൻ മാറ്റാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, മാറ്റാൻ പോവുകയാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറയുമ്പോൾ ഇത് അടയുന്നതും തുറക്കുന്നതൊക്കെ ആയിരിക്കും. ദാ ഓം ക്രീം കുട്ടിച്ചാത്ത തുറന്നങ്ങ് പോയി. ഏതായാലും കുട്ടിച്ചാത്തനല്ല, ഈ കുട്ടിച്ചാത്തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു റിമോട്ട് വഴിയാണ് ഞാനത് സാധിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ റിമോട്ട് കിട്ടുന്നുണ്ട്. അതും വൈൽഡ് ട്രാക്ക് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ ഉള്ളൊരു പ്രത്യേകതയാണ്. വളരെ മനോഹരമായ ഒരു ലോഡിംഗ് ഏരിയയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യമുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 ചാർജിങ് പോയിൻറ്റുകളുണ്ട്. ഒന്ന് 12 വോൾട്ടിൻ്റെയാണ്. ഇത് ഞെട്ടിക്കുന്ന രീതിയിൽ 230 വോൾട്ട്, അതായത് 400 വാട്ടിൻ്റെ ഒരു ഗംഭീരമായ ചാർജിങ് പോയിൻ്റാണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു 3 പോയിൻ്റ് തന്നെയാണ് പറയേണ്ടത്. എന്താണ് ഇതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എപ്പോഴും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുന്നു, നമുക്ക് ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള എന്ത് കാര്യവും അതിൽ കുത്തി ചാർജ് ചെയ്യാം. പിന്നെ ലൈറ്റുകൾ നമുക്ക് പ്രകാശിപ്പിക്കാം. ഇരുട്ടത്തൊക്കെ കൊണ്ടുപോയി ക്യാമ്പിനിടുകയാണെങ്കിൽ ലൈറ്റുകൾ, അതിൽ പാട്ട് വെക്കണം, ഒരു മ്യൂസിക് സിസ്റ്റം കണക്ട് ചെയ്യാം. അന്നേരം നമ്മളവിടെ എഴുതി വെക്കണം ശബ്ദവും വെളിച്ചവും ഫോർഡ് റേഞ്ചർ എന്ന് എഴുതി വെച്ചാൽ മതി. നമ്മുടെ നാട്ടിൻപുറത്ത് ഈ മൈക്ക് സെറ്റുകാർ എഴുതി വയ്ക്കുന്ന പോലെ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗംഭീരമാണ്. ഇനി ഇതൊന്ന് അടച്ച് കാണാം. വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന് അടയുകയാണ്. വളരെ സൗകര്യപ്രദമായ കാര്യമാണ് ആ കാണുന്നത്. എന്നിട്ട് ഇതും കൂടെ അങ്ങ് അടച്ചാൽ സംഭവം ഗംഭീരമായി. ഇതൊന്നും ഒരു വെയിറ്റും ഇല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഈ ഒരു പ്രായമൊക്കെ ആയതുകൊണ്ട് ഞാൻ പൊക്കിയപ്പോൾ ഇത്തിരി ഹയ്യോ എന്നുള്ള മട്ടിൽ പറഞ്ഞതേ ഉള്ളൂ. യാതൊരു വെയിറ്റുമില്ല, സുഖമായിട്ട് അടയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും വളരെ സേഫാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ. എന്തായാലും ഇത് വളരെ കരുത്തുറ്റ സാധനം തന്നെയാണ്. ഇത് മെറ്റാലിക് ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഫൈബറിൻ്റെ പോലെയുള്ളൊരു കോട്ടിങ്. ബാക്കി വളരെ എന്താ പറയുക കരുത്തുറ്റ സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനമാണെന്നുള്ള ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇന്ത്യക്കാർക്ക് അത്ര പഥ്യമല്ലാത്തതെന്ന് ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട്. അയ്യോ തട്ടിയോ. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ ഈ 2-3 ഗുണങ്ങൾ, നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറഞ്ഞ പോലെയാണ്.
ഗംഭീരമായ ഒരു ഇൻറ്റീരിയർ ഉള്ള ഒരു വാഹനം ലഭിക്കുകയും ചെയ്യും. ഒരു SUV ആയിട്ടുള്ള ആ ഒരു രൂപമുള്ള വാഹനം. അതുപോലെ തന്നെ പിൻഭാഗത്ത് ഒരു സൈക്കിളോ ബൈക്കോ പോലും കയറ്റി വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും പ്രാക്ടിക്കാലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ പല ബോഡി പാനൽ പോലുള്ള കാര്യങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്യുന്ന എൻഡേവറുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇൻറ്റീരിയർ നമ്മളെ കാത്തിരിക്കുന്നത് എൻഡേവറിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. അങ്ങനെ നമ്മൾ റേഞ്ചറിൻ്റെ ഉൾഭാഗത്ത് ഇരിക്കുകയാണ്. ഈ ഒരു എൻഡേവറിൻ്റെ ഉൾഭാഗം പോലെ തന്നെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തോന്നുക. കാരണം ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടായാലും ഈ ഒരു വലിയ സ്ക്രീനായാലും എല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്, എൻഡേവർ കണ്ടതുപോലെ തന്നെയാണ്. ഇതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇരിക്കുന്നത് ഏതിലാണ്, എൻഡേവറിലല്ല ഈ ഒരു റേഞ്ചറിൻ്റെ വൈൽഡ് ട്രാക്കിലാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഇവിടെ വൈൽഡ് ട്രാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാകരുതല്ലോ, കൺഫ്യൂഷൻ ആയല്ലോ എന്ന് പറയരുത്. എന്തായാലും ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ തന്നെയാണ്. മേൽഭാഗത്തടക്കം ഫുൾ ബ്ലാക്കാണ്. ഇതും എൻഡേവർ കണ്ട പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെതറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റിച്ചിങ് ഈ ഒരു വൈൽഡ് ട്രാക്കിൻ്റെ ഒരു യെല്ലോ സ്റ്റിച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകളുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. നല്ല ഭംഗിയുള്ള AC വെൻറ്റ്. ഏതാണ്ട് മുൻഭാഗത്തെ ഗ്രില്ലിനെ ഓർപ്പിക്കുന്ന AC വെൻറ്റ് എന്നാണ് പറയേണ്ടത്. ഈ ഭാഗത്ത് ഇത് എൻഡേവറായിട്ട് ഫിനിഷിങ് വ്യത്യാസമുണ്ട്. ഇവിടെ അതിനെന്തായാലും ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമായിരുന്നെങ്കിൽ ഇതിലിങ്ങനെ കിരകിര എന്നുള്ള ഒരു ഫിനിഷിംഗ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, അതാണ് കിരകിര എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മൊബൈൽ ഫോണും മറ്റും വയ്ക്കാവുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ പതിവ് പോലെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ചിൽഡ് ഗ്ലോ ബോക്സാണ്, അത് വേണമെങ്കിൽ സാധനങ്ങൾ തണുപ്പിച്ച് സൂക്ഷിക്കാം. എന്തായാലും ഇവിടെ പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് സൺറൂഫ് ഇല്ല എന്നുള്ള കാര്യമാണ്. വിശാലമായ പനോരമിക് സൺറൂഫായിരുന്നു നമ്മൾ എൻഡേവറിൽ കണ്ടതെങ്കിൽ ഇവിടെ ശുദ്ധശൂന്യത, ഒരു കറുപ്പിൻ്റെ ഒരു മഹാസാഗരമല്ലാതെ മറ്റൊന്നും കാണാനില്ല. പക്ഷേ ഇവിടെ ഇതാ സൺഗ്ലാസ് ഹോൾഡർ ആ വാഹനത്തിൽ കണ്ടതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിലിപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുള്ളത് ഈ ഒരു ക്യാമറ മാത്രമാണ്, ബാക്കിയെല്ലാം തന്നെ OE ആയിട്ട് വന്ന കാര്യങ്ങളാണ്. സീറ്റിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന പരിപാടിയൊന്നും ഇദ്ദേഹത്തിനില്ല. ഇതാ മുന്നോട്ട് നീക്കുകയും ഉയരം വർദ്ധിപ്പിക്കുകയും മറ്റും ചെയ്യാം, അല്ലാതെ മെമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു 12 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീൻ തന്നെയാണ്. ഇത് നമ്മൾ എൻഡേവറിൽ കണ്ട സെയിം സാധനം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താ പറയുക, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ ഡാസിൻ്റെ ഫീച്ചേഴ്സ് ആയാലും പിന്നെ റിവേഴ്സ് ക്യാമറ 360 ഡിഗ്രി ക്യാമറ നമുക്കൊന്ന് നോക്കാം. എന്താ റിവേഴ്സ് ക്യാമറയും 360 ഡിഗ്രിയും എല്ലാം വളരെ ഭംഗിയായിട്ട് കാണാം. അത് ഈ ഓട്ടോ പാർക്ക് അസിസ്റ്റൊക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ബാങ് ആൻഡ് ഒലൂപ്സിൻ്റെ നല്ലൊരു മികച്ച മ്യൂസിക് സിസ്റ്റം ഇതിലുണ്ട്, നല്ല സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അതിനെപ്പറ്റി പറയണോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്തായാലും ഡ്രൈവർ അസിസ്റ്റ്, ഓട്ടോ ഹോൾഡ്, പല കാര്യങ്ങളുടെയൊക്കെ സ്വിച്ചുകൾ, അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, മീഡിയ, ആപ്പിൾ കാർപ്ലേ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. അത് നമുക്ക് ഡിജിറ്റലി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഫിസിക്കൽ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെന്ന് തീരുമാനിച്ച് വീട്ടിലൊക്കെ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഈ ഭാഗത്തൊക്കെ ചെറിയ അലൂമിനിയം, അത് ഒരു കുറച്ച് ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ നമ്മൾ എൻഡേവർ കണ്ട സെയിം രീതിയാണ്. ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള കുത്തി നിർത്താവുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ എന്താണ് ഈ ഒരു ഹോളെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതാണ് 4 വീൽ ഡ്രൈവ് വാഹനങ്ങളാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ സെലക്ടർ കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ
എടുത്തിരിക്കുന്ന ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് 4x2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഹോൾ കിടക്കുന്നത്. അതിൻ്റെ അത് കാപ്പിയൊക്കെ വെച്ച് പോകാം. ഇന്നലെ കാപ്പി വെച്ചുകൊണ്ട് പോകുന്നത് മറിഞ്ഞു വീണ് എൻ്റെ ഷർട്ടിൻ്റെ പുറകുവശമൊക്കെ നനയുകയും ചെയ്തു. പിന്നെ ഇവിടെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. വിശാലമായ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ്, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകളുടെ സൗണ്ട് ഓഫ് ചെയ്യുന്ന സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഈ ഒരു 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ്. നല്ല ഗംഭീരമായ ഭംഗിയുള്ള ലിവറാണ്. അതുപോലെ തന്നെ ഇവിടെ ലെതർ റാപ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ സ്റ്റിച്ചിങ് കാണാം. അത് ഇവിടെയൊക്കെ ഉണ്ട്. സീറ്റിലും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും യെല്ലോ സ്റ്റിച്ചിങ് ഈ ഒരു വൈൽഡ് ട്രാക്ക് എന്ന് പറയുന്ന വേരിയൻ്റിൻ്റെ പ്രത്യേകതയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും കാണാം യെല്ലോ സ്റ്റിച്ചിങ് ഉള്ളൊരു ഭാഗം. കൂടാതെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. പിന്നെ 1-2 ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. വലിയ ഒരു സ്പീക്കർ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സ്പീക്കറാണ്. മേൽഭാഗത്ത് സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് കാണാം. ഭംഗിയുള്ള രീതിയിലാണ് ഡോർ പാഡിൻ്റെ ഡിസൈൻ എന്നാണ് പറയേണ്ടത്. പിന്നെ ഇവിടെ താഴെയായിട്ട് നമ്മൾ ഡോറിനൊരു സ്റ്റെപ്പ് കണ്ടു. അത് ഇവിടെ പിടിച്ച് കയറാൻ വേണ്ടിയുള്ള ഒരു ഹാൻഡിൽ അവിടെ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എൻഡേവറിൽ കണ്ടത് തന്നെ സെയിം ആണ്. പക്ഷേ സ്റ്റിച്ചിങ് മാത്രമാണ് പ്രത്യേകതയായിട്ട് പറയാവുന്ന ഈ ഒരു യെല്ലോ സ്റ്റിച്ചിങ്. ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ വോളിയം കൺട്രോളിൻ്റെയും സ്വിച്ചുകൾ കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയൊക്കെയാണ് കാണുന്നത്. ഇവിടെ അത് നമ്മൾ ഫോർഡ് എൻഡേവർ കണ്ട അതേ തരത്തിലുള്ള ഒരു ഡിജിറ്റൽ വലിയ സ്ക്രീനാണ് കാണുന്നത്. പല ഇൻഫർമേഷനും നമുക്കതിൽ കാണാം. ഡിജിറ്റൽ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. നിറങ്ങളും ഭംഗിയായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഇവിടെ സാധാരണ വാഹനത്തിൻ്റെ കീ ഇടുന്ന ആ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ലൈറ്റുകളുടെയും മറ്റ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയും ഉണ്ട് ഒരു കപ്പ് ഹോൾഡർ. ഡ്രൈവറുടെ വലതുവശമായിട്ടൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, നമ്മളത് എൻഡേവറിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇവിടെ പിടിച്ചാണ് നമ്മളിത് ഡോർ തുറക്കുന്നത്. മറ്റൊരു ഹാൻഡിലൊന്നുമില്ല എന്നുള്ളത് വളരെ സൗകര്യപ്രദമായ കാര്യമാണ്. എന്തായാലും എൻഡേവറിൻ്റെ പോലെ തന്നെ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. സുഖമായിട്ട് പുറത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് ഓടിക്കാവുന്ന അത്രയും വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ താഴ്ന്ന ഒരു ഡാഷ്ബോർഡൊക്കെ ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയെ ഒന്നും ഭംഗിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. ഇത്തരത്തിലുള്ള ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളുടെ കാര്യത്തിൽ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ സാധാരണയുള്ള SUV-കളുടെ കംഫർട്ട് ഇല്ലെന്നൊരു വിചാരമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു ക്യാബിൻ എന്ന് പറയുന്നത് ഏതൊരു SUV-യുടെ അത്രയും തന്നെ വലിപ്പമുള്ളതും അത്രയും തന്നെ കംഫർട്ടബിളുമാണ്. അതിന് ശേഷമാണ് പിൻഭാഗത്തേക്കുള്ള കാർഗോ സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ കാർഗോ സ്പേസ് എന്നാണ് പറയേണ്ടത്. ഒരു 3rd റോ സീറ്റും അതിൻ്റെ പിന്നിലുള്ള കുറച്ചൊരു ബൂട്ട് സ്പേസും ഒഴിവാക്കിയിട്ട് അതൊരു കാർഗോ സ്പേസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു എൻഡേവറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടുന്ന അതേ സ്പേസാണ് ഈ 2 നിര സീറ്റുകളിലുമായിട്ട് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചവിട്ടി ഇതിൽ പിടിച്ച് ഇങ്ങനെ കയറി അങ്ങനെ ഇരുന്ന് ഡോർ അടച്ചു കഴിഞ്ഞാൽ സ്പേസ് ഒന്നും മോശമല്ല. ഈ സീറ്റ് ഞാൻ പിന്നിലേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത്. എങ്കിലും തരക്കേടില്ലാത്ത ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് മുന്നിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ലെഗ് സ്പേസ് ഇത്രയുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ വളരെ ഉയർന്ന സെൻട്രൽ ടണലുണ്ട്. എങ്കിലും ഒരു വലിയ അത്ര മുതിർന്നയാളല്ലെങ്കിൽ കാലൊക്കെ വെച്ചിരിക്കാൻ സാധിക്കും. ഇവിടെ പിൻഭാഗത്ത് 2 ചാർജിങ് പോയിൻറ്റുകളും വലിയ നമ്മൾ പിൻഭാഗത്ത് കണ്ട പോലെ തന്നെ 230 വോൾട്ടിൻ്റെ എന്ത് സാധനവും പ്രവർത്തിപ്പിക്കാവുന്ന വലിയൊരു 3 പിന്നും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് AC വെൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ 3 പേര് ഇരിക്കുന്നില്ലെങ്കിൽ സുഖമായിട്ടിരിക്കാൻ വേണ്ടി ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അയ്യോ എന്ത് വരാതെ അമ്മേ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണോ? ക്ലിങ് അതാണ്. ഇതൊന്ന് അല്പം താഴേക്ക് വലിച്ചിട്ട് വേണം തുറക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ വലിച്ച് വേർത്ത് എടുത്തേനെ. അപ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സാണത്. ഈ ഒരു ലോക്കാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ താഴേക്കൊന്ന് വലിച്ചിട്ട് വേണം എന്ന് പറഞ്ഞത്. എന്തായാലും ഫോർഡ് എൻഡേവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കിതിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൈ സപ്പോർട്ട് കണ്ടോ. വളരെ ഗംഭീരമായ തൈ സപ്പോർട്ടുണ്ട്. സുഖമായിട്ട് കാല് വെച്ചിരിക്കാം. അതിൽ ഞാൻ ഇരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇരിക്കുമ്പോൾ ഈ സീറ്റിൽ തട്ടുന്നേ ഇല്ല. ആ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. എന്തുകൊണ്ട് ഈ ഒരു സീറ്റും ഈ ഒരു തൈ സപ്പോർട്ടും അതിൽ കൊടുത്തുകൂടാ എന്ന് ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ, ചോദിക്കുകയാണ്. എന്തായാലും അത് കൊടുത്തിട്ടില്ല. ഇനി ഡോർ പാഡിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ആംബ്രസ്റ്റ് ഉണ്ട്. മറ്റു വലിയ കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ താഴ്ന്ന വിൻഡോ ലൈൻ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാഴ്ചയെ കണ്ടുപോകാം. ഒട്ടും തന്നെ സ്പേസ് കുറവൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഈ ഒരു സൺറൂഫ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ഒരു റൂഫും കാരണം കുറച്ചൊന്ന് ഇരുണ്ട ഒരു ലോകത്തിൽ ഇരിക്കുന്ന പോലെ ഒന്നും ഇരുണ്ട ലോകം, അതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് പിൻഭാഗത്തിരിക്കുമ്പോഴുള്ള തോന്നലുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. മറ്റു പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 3 ഹെഡ് റെസ്റ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് നമുക്ക് നേരെ കാണുന്ന കാർഗോ ബെഡാണ്. ഫുൾ ഗ്ലാസ് ഏരിയയാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി ഓടിച്ച് നോക്കാം.
ഓടിച്ച് നോക്കുമ്പോൾ നമ്മൾ എൻഡേവർ ഓടിച്ച പോലെ തന്നെയാണ്. കാരണം അതേ എഞ്ചിൻ തന്നെയാണ്, ബൈറ്റബോ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതും 2-3 ദിവസമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. കാര്യമായ രീതിയിൽ ഓടിച്ച് ആഹ്ലാദിച്ച് വരികയാണ്. അത് പലതരത്തിലുള്ള റോഡുകളിൽ ഓടിച്ചു. ഭയങ്കര രസമാണ് ഓടിക്കാൻ. അങ്ങേയറ്റം ഡ്രൈവബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റിഫൈൻഡുമാണ് എഞ്ചിൻ. അപ്പോൾ ഇനിയൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫോർഡ് എൻഡേവർ ഓടിച്ച ഫുക്കറ്റിലെ വഴികളിലൂടെ ഇന്നിപ്പോൾ റേഞ്ചർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഞ്ചറിൻ്റെ കാര്യത്തിൽ ഇത് ഓടി വരുന്നതന്നെ ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഒരു നിറവും അതുപോലെ തന്നെ മുൻഭാഗത്തെ ഫോർഡ് എഴുതിയിരിക്കുന്ന വലിയ ലോഗോയും എല്ലാം കൂടി ചേരുമ്പോഴേക്കും ഞെട്ടിക്കുന്ന ഒരു റോഡ് പ്രസൻസ് ഈ വാഹനത്തിനുണ്ട്. എൻഡേവർ മോശമായിരുന്നില്ല, എങ്കിൽ പോലും ഇതിന് കുറച്ചുകൂടി റോഡ് പ്രസൻസ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് എൻഡേവറിൻ്റെ കാര്യത്തിലുള്ളതിനേക്കാൾ ബോഡി റോൾ കുറവാണെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് തോന്നിയാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ ലാഡ്രോൺ ഫ്രെയിം രീതിയിൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് ബോഡി റോളുണ്ട്. ഈ വാഹനത്തിന് അല്പം കുറവായിട്ട് എൻഡേവറിനേക്കാളും ഫീൽ ചെയ്തു. ചില വാഹനങ്ങളുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം, ആ ഒരു പർട്ടിക്കുലർ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആകാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽ സൈസ് അല്പം കുറവാണെന്നുള്ളതാണ്. 18 ഇഞ്ചാണ് ഇതിൻ്റെ വീൽ സൈസ്, പക്ഷേ 20 ഇഞ്ചായിരുന്നു ഫോർഡ് എൻഡേവറിൻ്റേത്. ആ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കാം എൻഡേവറിന് കൂടുതൽ ബോഡി റോൾ അനുഭവപ്പെടുന്നത് തോന്നുന്നു. കാരണം മറ്റെല്ലാ കാര്യങ്ങളും ഒന്നാണ്. ഇതിൻ്റെ സസ്പെൻഷൻ ആയാലും പ്ലാറ്റ്ഫോം ആയാലും എൻജിനായാലും എല്ലാം തന്നെ ഫോർഡ് എൻഡേവറും ഇതും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല. എങ്കിലും ഒരല്പം കൂടി പെർഫോമൻസ് കൂടുതൽ എനിക്ക് തോന്നി ഇതിനാണ്. അത് എൻജിൻ്റെ ട്യൂണിങ്ങിൻ്റെ പ്രത്യേകതയാണോ അതോ വെയിറ്റ് ഒരല്പം കുറവുണ്ട് എൻഡേവറിനേക്കാൾ എന്നുള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം കൂടെ തോന്നി, വളരെ നാമമാത്രമായ ഒരു വ്യത്യാസം. പിന്നെ എൻഡേവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളായാലും അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളും 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളും പിന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയാലും എല്ലാം തന്നെ ഒരുപോലെയാണ്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവുമില്ല. പിന്നെ എന്തിനത് വാങ്ങിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിൻ്റെ ഒരു പ്രസൻസ്, ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഗംഭീര ലുക്കാണ്. 2, കുറച്ചുകൂടി ഒരു യൂട്ടിലിറ്റി ആംഗിളിൽ കുറച്ചുകൂടി കൊള്ളാം. മറ്റേത് തേർഡ് റോ സീറ്റുണ്ട്. തേർഡ് റോ സീറ്റ് പക്ഷേ അത്ര വലിയ ഉപയോഗപ്രദമായൊരു കാര്യമല്ല, കൊച്ചുകുട്ടികൾക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ 5 പേരിരുന്ന് കഴിഞ്ഞാൽ പിൻഭാഗത്ത് ധാരാളം സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എൻഡേവർ പോലെ തന്നെ ഈ 2 വാഹനങ്ങൾക്കും 2 മോഡലുകൾക്കും 4 വീൽ ഡ്രൈവും അതുപോലെ തന്നെ 2 വീൽ ഡ്രൈവും വേർഷനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 2 വീൽ ഡ്രൈവാണ്. 4 വീൽ ഡ്രൈവ് പക്ഷേ നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നോക്കി വാങ്ങിക്കാം. 4 വീൽ ഡ്രൈവ് ആവശ്യമുള്ളവർക്ക് മാത്രം 4 വീൽ ഡ്രൈവ്, അല്ലാത്തവർ 2 വീൽ ഡ്രൈവ് ഓടിച്ചുകൊണ്ട് നടക്കുക. പക്ഷേ എങ്കിൽ പോലും ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസും ഇത്രയധികം ഉയരമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 4 വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ ഗുണം ചെയ്യും 2 വീൽ ഡ്രൈവ് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഫിയറ്റിൻ്റെ പ്ലാന്റിൽ പോയപ്പോൾ, അതായത് ജീപ്പിൻ്റെ പ്ലാന്റിൽ പോയപ്പോൾ നാട്ടിൽ രഞ്ജൻഗാവിൽ പൂനെയിൽ അവരൊരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ടാക്കിയിരുന്നു. അവിടെ നമുക്ക് 4 വീൽ ഡ്രൈവ് വാഹനങ്ങളും 2 വീൽ ഡ്രൈവ് വാഹനങ്ങളും ജീപ്പിൻ്റെ വാഹനങ്ങൾ തന്നപ്പോൾ പക്ഷേ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഓഫ് റോഡിൽ രണ്ടും ഒരേപോലെ പെർഫോം ചെയ്തു. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എവിടെയും കയറ്റിക്കൊണ്ട് പോകാം. അത്രയും മോശമായ അത്രയും ഗംഭീരമായ ഒരു ഓഫ് റോഡ് ട്രാക്കിൽ മാത്രമേ 4 വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്തായാലും വളരെ വലിയ ഒരു വാഹനമാണിത്.
1848 മില്ലിമീറ്ററാണ് ഹൈറ്റ്, 1850 മില്ലിമീറ്റർ വീതിയുണ്ട്, 5225 മില്ലിമീറ്റർ നീളവുമുണ്ട്. അതായത് സബ് 4 മീറ്റർ എന്നല്ല, സബ് 5 മീറ്റർ പോലും അല്ല എന്നാണ് പറയേണ്ടത്. അത്രയധികം നീളമുള്ളൊരു വാഹനമാണിത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. 233 മില്ലിമീറ്റർ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. മറ്റൊരു കാര്യമുള്ളത് 800 മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് വെള്ളക്കെട്ടിലൂടെയൊക്കെ 800 മില്ലിമീറ്റർ ഹൈറ്റിൽ പോലും ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വാഹനങ്ങളിലൊക്കെ മീഡിയ ഡ്രൈവിലൊക്കെ പലപ്പോഴും അവർ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തരാറുണ്ട്. ഞെട്ടിക്കുന്ന ഓഫ് റോഡ് എബിലിറ്റീസാണ് അപ്പോൾ പലപ്പോഴും അത്തരം വാഹനങ്ങളൊക്കെ കാണിക്കുന്നത്. വളരെ വലിയൊരു വാഹനമായതുകൊണ്ട് തന്നെ ടേണിംഗ് റേഡിയസ് ഈ വാഹനത്തിന് എൻഡേവറിനേക്കാളും കൂടുതലാണ്. 12.7 മീറ്റർ വേണം ഒന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകാനെന്നാണ് പറയേണ്ടത്. പിന്നെ പറയേണ്ട എഞ്ചിനെ പറ്റിയാണ്. തായ്ലൻഡിലെ കാര്യം നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള എഞ്ചിൻ ഉണ്ടെന്നാണ് പറയേണ്ടത്. 3 തരത്തിലുള്ള വേരിയൻ്റ് ഉണ്ടെന്നാണ് പറയേണ്ടത്. ഒന്നൊരു 2 ലിറ്റർ എഞ്ചിൻ, ഡീസൽ എഞ്ചിനാണ്. അത് 4x2 ആണ്. പിന്നെ ഒരു 2 ലിറ്റർ ഡീസൽ ഉള്ളത് 4x4 ആണ്. ഇതൊന്നും കൂടാതെ റാപ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റെ മോഡലുണ്ട്. അത് 3 ലിറ്റർ ഡീസൽ എഞ്ചിനോട് കൂടിയതാണ്. അതിൽ 4 വീൽ ഡ്രൈവ് വാഹനം മാത്രമേ വരുന്നുള്ളൂ, 2 വീൽ ഡ്രൈവ് വരുന്നില്ല. ഇനി 2 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ തന്നെ ബൈ ടർബോ മോഡലുമുണ്ട്, സിംഗിൾ ടർബോ മോഡലുമുണ്ട്. ഇപ്പോൾ സിംഗിൾ ടർബോ മോഡലാണെങ്കിൽ അതിന് എൻജിൻ പവർ കുറവാണെന്നാണ് പറയേണ്ടത്. അത് 168 BHP ഉള്ളൂ. 3500 RPM മാക്സിമം പവർ കിട്ടുന്നത്. 2250 RPM മാക്സിമം ടോർക്ക് 405 Nm കിട്ടും. അതിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈ ടർബോ ടൈറ്റാനിയം എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 207 BHP ആണ്. 3750 RPM മാക്സിമം പവർ കിട്ടുന്നത്. മാക്സിമം ടോർക്ക് 500 Nm. അത് 1750-നും 2000 RPM ഇടയിലാണ് കിട്ടുന്നത്. ഇതിൽ 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോർഡ് എൻഡേവർ പോലെ തന്നെ 7 എയർ ബാഗുകളുണ്ട്, എമർജൻസി അസിസ്റ്റൻസ് ഉണ്ട്, ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ABS EBD ഉണ്ട്, ESP ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ ഇലക്ട്രിക് ബ്രേക്ക് ബൂസ്റ്റർ ഉണ്ട്, ഹിൽ ലോഞ്ച് അസിസ്റ്റ് ഉണ്ട്, റോൾ ഓവർ മിറ്റിഗേഷൻ ഉണ്ട്, മുന്നിലും മുന്നിലും പാർക്കിംഗ് സിസ്റ്റം ഉണ്ട്, 360 ക്യാമറയുണ്ട്, ഇമ്മൊബിലൈസർ ഉണ്ട്, അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് അഡാസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഹൈ ബീം ഹെഡ് ലാമ്പുകളുണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്, ഫോർവേഡ് കൊളിഷൻ വാണിംഗ് ഉണ്ട്, പോസ്റ്റ് ഇമ്പാക്ട് ബ്രേക്കിംഗ് ഉണ്ട്, ലെയിൻ ഡിപ്പാച്ചർ വാണിംഗ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഇൻഫർമേഷൻ ഉണ്ട്, റിവേഴ്സ് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് പാർക്ക് അസിസ്റ്റ് ഉണ്ട്. പിന്നെ എന്താണ് പ്രധാനമായിട്ടും പറയാവുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ അനോയിങ് ആയ രീതിയിലല്ല, നമുക്ക് കാര്യമായ രീതിയിലൊരു വാണിംഗ് തരുന്നതിന് ശേഷമാണ് ബ്രേക്കിംഗ്. മറ്റ് പല വാഹനങ്ങളിലെയും പോലെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് സ്വയം ബ്രേക്ക് ചെയ്യുന്ന പരിപാടി എന്തായാലും ഈ വാഹനത്തിലില്ല എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്. എന്തായാലും നല്ല ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക്, അതായത് നമ്മളിപ്പോൾ നാട്ടിൽ കണ്ടുവരുന്ന വാഹനങ്ങളെക്കാളും രസമുള്ള രൂപവും ധാരാളം ഫീച്ചേഴ്സും ഇഷ്ടം പോലെ ഫീച്ചേഴ്സും ഒക്കെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിൻ്റെ വില നമുക്ക് പറയാൻ പറ്റില്ല എത്രയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴെന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ 50 ലക്ഷം രൂപയിൽ കൂടുതലൊക്കെ ഉണ്ട് ഏറ്റവും പുതിയ ടൊയോട്ട ഹൈലക്സിന്. ഏതാണ്ട് ആ വിലയോ അതിനേക്കാൾ അല്പം കൂടുതലൊക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ബിൽഡ് ക്വാളിറ്റി ആയാലും ഉരുക്കെന്ന് പറയുന്ന സാധനമാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളായാലും ഒന്നും തന്നെ മോശമല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് റേഞ്ചറിൻ്റെ ഏതൊക്കെ വേരിയൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനാവില്ല. എന്തായാലും 2 വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും വരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 വീൽ ഡ്രൈവ് മോഡലിന് ഒരല്പം വില കുറച്ച് കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തായ്ലൻഡിലെ നമ്മളുടെ ഈ ഡ്രൈവ് അവസാനിപ്പിക്കാൻ സമയമായി. ഞാനിങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കിയായിരുന്നു. നമ്മുടെ ഹോട്ടലിലേക്കുള്ള ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നല്ല ക്രാബ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോർഡ് റേഞ്ചറിൻ്റെ ഡ്രൈവ് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഈ ഫുക്കറ്റിൻ്റെ മലമ്പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ തിരക്ക് പിടിച്ച സിറ്റിയിലും ഹൈവേയിലും എല്ലാം ഈ വാഹനം ഓടിച്ചു. നല്ല രസികൻ ഒരു അനുഭവമായിരുന്നു. എൻഡേവർ 2-3 ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് അനൂപും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി 2 വാഹനങ്ങളും ഇത്രയും ദിവസമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്കും അനൂപിനും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻഡേവറാണ്. അത് കുറച്ചുകൂടി ഒരു SUV ആണെന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഇത് കുറച്ചുകൂടി റഗ്ഗഡ് ആയിട്ടുള്ളൊരു വാഹനമാണെന്ന് ഫീൽ ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ സംഭവമൊക്കെ അങ്ങനെ അടഞ്ഞും തുറന്നും ഇലക്ട്രിക്കിലേക്കുള്ള പരിപാടികളൊക്കെ രസമുള്ള കാര്യമാണ്. പിന്നെ ഒരു തികഞ്ഞ ഒരു ഔട്ട്ഡോർ വാഹനമാണിത്. വളരെ എളുപ്പത്തിൽ ഇതൊക്കെ തുറന്ന്
ഇവിടെ കയറി അങ്ങോട്ട് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭാര്യയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പോകാൻ സാധിക്കുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 230 വോൾട്ടിൻ്റെ വലിയ ചാർജിങ് പോയിൻ്റ് വരെയുണ്ട്. വീട്ടിൽ അത്യാവശ്യം സാധനങ്ങൾ തന്നെ ചാർജ് ചെയ്യാം. ലൈറ്റുകളും പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് നാട്ടുകാർ പിടിക്കാതിരുന്നാൽ മതി. ബാക്കി എല്ലാ തരത്തിലും നമുക്കത് കാര്യമായിട്ട് കൊണ്ടു നടക്കാം. എന്താ നമ്മുടെ സാധനങ്ങളൊക്കെ ചുമ്മാ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്, അവിടെ കിടന്നോളും, ഒരു പ്രശ്നവുമില്ല. അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ സംഭവങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇവിടുത്തെ വില നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 15 ലക്ഷം രൂപയിൽ ആരംഭിച്ച് 35 ലക്ഷം രൂപയാണ് അവസാനിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അത് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇത്തരം വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള വില എന്ന് പറയുന്നത് മാരകമായ വിലയായിരിക്കും. അപ്പോൾ ഫോർഡ് എൻഡേവറിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 60 ലക്ഷം രൂപയാണ് ഇനിയിപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമാവില്ല, ഏതാണ്ട് അതിൻ്റെ അടുത്തൊക്കെയുള്ള വിലയുണ്ടാകും. കാരണം പൂർണ്ണമായിട്ടും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്താണ് ഇന്ത്യയിലേക്ക് റേഞ്ചറും വരുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ, അതായത് തായ്ലൻഡിൽ നിർമ്മിക്കുന്ന ഈ മോഡൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ട സ്പെക്കുകളെല്ലാം പക്കയായിട്ട് ഇതുപോലെ തന്നെ ഇന്ത്യയിലും എത്തും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തായ്ലൻഡ് തിരഞ്ഞെടുത്ത്. ദുബായിലും മറ്റും പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഒന്നാമത് പെട്രോൾ എഞ്ചിനേ അവിടെ ഉള്ളൂ, മറ്റൊന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇത് പക്ഷേ നമ്മുടെ അതേ രീതിയിലുള്ള വാഹനമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അതായത് ഓൺലൈൻ സൈറ്റ് വഴി വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന കാര്യമാണത്. പ്രീമിയത്തിൽ 85% വരെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻഷുറൻസ് സൈറ്റിൽ നിന്ന് പ്രീമിയം എടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിലൊന്ന് കയറി നിങ്ങൾ നേരെ സൈറ്റിൽ പോകുമ്പോൾ മനസ്സിലാകും എത്രത്തോളം എളുപ്പമാണ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ പണം സേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഓടിക്കുന്ന കിലോമീറ്ററിന് മാത്രം പ്രീമിയം എടുക്കുന്നത് പോലെയുള്ള പല ആനുകൂല്യങ്ങളും നിങ്ങളെ ആ ഒരു സൈറ്റിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്, കയറുക. നിങ്ങളുടെ നിങ്ങളുടെയും ഡീറ്റെയിൽസ് കൊടുത്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വളരെ ലാഭകരമായ രീതിയിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊക്കെ അടച്ച് നമ്മൾ പോയി നല്ല സീ ഫുഡ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് വിശാലമായി ഒന്ന് കാലൊക്കെ തിരുമിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫുക്കട്ട് മുനിസിപ്പാലിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.